ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അന്തരീക്ഷത്തിലെ അപവർത്തനമാണ്. അന്തരീക്ഷത്തിലുണ്ടാകുന്ന അപവർത്തനം. അതിലൊരു എക്സാമ്പിളാണ് ഈ നക്ഷത്രങ്ങളൊക്കെ മിന്നിത്തിളങ്ങാൻ കാരണം. നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നക്ഷത്രം ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പ്രതിഭാസം എന്ന് പറയുന്നത് അപവർത്തനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്ന നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ സ്ഥാനം ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഈ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം ഇങ്ങനെ നേർരേഖയിൽ സഞ്ചരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് പ്രവേശിക്കും. പക്ഷേ നമ്മുടെ ഭൂമിയെ നമുക്ക് വിവിധ പാളികളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. കാരണം എന്താണ്? താപം, മർദ്ദം, അങ്ങനെ പല കാര്യങ്ങൾ ഓരോ പ്രദേശത്തും വ്യത്യസ്തമല്ലേ. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയുടെ ഈ ഓരോ മേഖലകളിലും മർദ്ദം, താപം ഇതൊക്കെ വ്യത്യസ്തമാകുന്നത് കൊണ്ട് തന്നെ അവിടെ പ്രകാശിക സാന്ദ്രതയും വ്യത്യസ്തമാകും. അപ്പോൾ ഈ പാളികൾ യഥാർത്ഥത്തിൽ ഈ പ്രകാശിക സാന്ദ്രത വ്യത്യസ്തമായതാണ്. എല്ലാറ്റിനും ഒരേ പ്രകാശിക സാന്ദ്രതയാണെങ്കിൽ അപവർത്തനം സംഭവിക്കുമോ? ഇല്ല. പ്രകാശിക സാന്ദ്രത വ്യത്യസ്തമാകുന്നിടത്താണ് അപവർത്തനം സംഭവിക്കുന്നത്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ. അപ്പോൾ ഓരോ പാളികളിലും എന്താണ്? പ്രകാശിക സാന്ദ്രത വ്യത്യസ്തമാണ്. അപ്പോൾ ദേ ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഈ പ്രകാശം അടുത്ത പാളിയിൽ സാന്ദ്രത കുറച്ച് വ്യതിയാനമുള്ള സ്ഥലത്തെത്തുമ്പോൾ അതിനെന്ത് ചെയ്യും? ചെറുതായിട്ട് ഒടിവ് സംഭവിക്കും. അങ്ങനെ വീണ്ടും അതെന്ത് ചെയ്യുന്നു? സഞ്ചരിക്കുന്നു. ആ സമയത്തും സാന്ദ്രത, ഈ ഭാഗത്തും സാന്ദ്രത വ്യത്യാസമാണ്, ഈ ഭാഗത്തും, അങ്ങനെ എല്ലാ ഭാഗത്തും പ്രകാശിക സാന്ദ്രത വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നേരെ വരേണ്ട ഈ ഒരു പ്രകാശം എന്ത് ചെയ്യും? അതിന് ക്രമരഹിതമായിട്ട് ഇങ്ങനെ അപവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ കണ്ണിൽ ഇതാ ലാസ്റ്റ് ഇങ്ങനെ അപവർത്തനം സംഭവിച്ചതാ ഇവിടെയാണ് നമ്മുടെ എത്തുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്തുന്ന ഈ ഒരു പ്രകാശം നേരെ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മളെവിടെയാണ് ഈ നക്ഷത്രത്തെ കാണുക? നമ്മൾ ഈ സ്ഥാനത്താണ് കാണുക. പക്ഷെ യഥാർത്ഥത്തിൽ നക്ഷത്രം ഇവിടെയാണ്. പക്ഷെ അപവർത്തനം സംഭവിച്ച് നമ്മുടെ എത്തുന്ന പ്രകാശം ഇങ്ങനെയല്ല നമ്മുടെ കണ്ണിലെത്തുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥാനത്ത് തന്നെ കാണാം. പക്ഷേ അത് അപവർത്തനം സംഭവിച്ച് ലാസ്റ്റ് നമ്മുടെ കണ്ണിലെത്തുന്ന ഈ രേഖ നേരെ വരച്ചു കഴിഞ്ഞാൽ എവിടെയാണോ അവിടെയാണ് നമുക്ക് നക്ഷത്രത്തെ കാണുക. അപ്പോൾ ഓരോ സെക്കൻഡിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഓരോ സെക്കൻഡിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപവർത്തനം സംഭവിച്ചിട്ട് യഥാർത്ഥ സ്ഥാനത്തല്ല നമ്മൾ നക്ഷത്രം കാണുന്നത്. നക്ഷത്രം ഇതാ അങ്ങോട്ടും, കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ടും, അങ്ങനെ അങ്ങനെ മാറി മാറി അതിൻ്റെ സ്ഥാനം എന്ത് ചെയ്യുന്നു? വ്യത്യസ്തപ്പെടും. നമ്മൾ കണ്ണിങ്ങനെ തുറന്ന് അടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നക്ഷത്രം എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്ഥാനത്തല്ല നമ്മൾ കാണുന്നത്. നമുക്കങ്ങനെ തോന്നുന്നു, നമ്മൾ അപവർത്തനം സംഭവിച്ചതുകൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ ക്രമരഹിതമായിട്ട് പ്രകാശരശ്മിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ, റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ നക്ഷത്രം എന്ത് ചെയ്യുന്നു? മിന്നി മിന്നി തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? ഈ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളൊക്കെ അപേക്ഷിച്ച് താരതമ്യേന വളരെ അകലെയാണ്. അപ്പോൾ പ്രകാശിത ബിന്ദു പോലെ നമുക്ക് കാണും. വളരെ അകലെ ആയതുകൊണ്ട് കുഞ്ഞ ബിന്ദു പോലെ നമുക്ക് കാണപ്പെടുള്ളൂ. അപ്പോൾ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം എന്ത് ചെയ്യും? ഈ ഭൗമാന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അന്തരീക്ഷ പാളികളുടെ ഭൗതിക സാഹചര്യം, മർദ്ദം, താപനില ഇതൊക്കെ വ്യത്യസ്തമാണല്ലേ. അപ്പം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ പ്രകാശം കടന്നു വരുന്ന മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കാരണം എന്ത് ചെയ്യും? ഈ പ്രകാശരശ്മിക്ക് ക്രമരഹിതമായിട്ടുള്ള അപവർത്തനം സംഭവിക്കുന്നു. അതിനാൽ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന ഈ പ്രകാശകിരണങ്ങൾ പലതവണ, ഒരു വട്ടമല്ല പലതവണ എന്ത് ചെയ്യുന്നു? ഈ ക്രമരഹിതമായ അപവർത്തനം സംഭവിച്ചിട്ടാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്ന നക്ഷത്രം എന്ത് ചെയ്യും? ഒരേ സ്ഥാനത്താണോ നമ്മൾ തുടർച്ചയായി കാണുക? അല്ല. അതിനെ ഒരേ സ്ഥാനത്ത് തുടർച്ചയായി കാണാൻ നമുക്ക് കഴിയില്ല. ഇതാണ് നക്ഷത്രം എന്ത് ചെയ്യും? മിന്നിത്തിളങ്ങുന്നതിന് കാരണം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്ഥാനം മാറിക്കൊണ്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കത് മിന്നിത്തിളങ്ങുകയാണെന്ന് തോന്നും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കാര്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്.
ഇനി രണ്ടാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളം കടന്നു പോയതിനു ശേഷം നമുക്ക് സൂര്യബിംബം എന്ത് ചെയ്യും, കുറച്ച് സമയം കൂടി കാണാൻ കഴിയും. അതുപോലെ തന്നെ രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് അല്പം മുമ്പ്, എത്തിയിട്ടില്ല അതിനു മുമ്പ് തന്നെ നമുക്ക് ശരിക്കും എന്ത് ചെയ്യും, സൂര്യനെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ആളെത്തിയിട്ടുണ്ടോ ഇല്ല. ഇതിന് കാരണം എന്തായിരിക്കും, ഇതും അപവർത്തനമായിരിക്കും. അപ്പൊ അതെങ്ങനെയായിരിക്കും, ഇപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുകയെന്ന് വിചാരിക്കാം. ഇതാണ് ചക്രവാളം അല്ലെ. അപ്പൊ സൂര്യന് ഉദിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഭാഗത്ത് കാണുന്നു. കാരണം എന്താണ്, ഇതുപോലെ ഇവിടെയുള്ള ഈ സൂര്യന്റെ പ്രകാശരശ്മി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരും. പിന്നെ ഈ ഭൗമാന്തരീക്ഷം പല പല പാളികളായിട്ടാണ്, വ്യത്യസ്ത പ്രാകാശിക സാന്ദ്രതയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അതിനെന്ത് ചെയ്യും, ചെറുതായിട്ട് ഒടിവ് സംഭവിക്കും. സാന്ദ്രത വ്യത്യസ്തത ആയതുകൊണ്ട് തന്നെ അതിന് ഒടിവ് സംഭവിക്കും. വീണ്ടും സാന്ദ്രത വ്യത്യസ്തമാകും. അപ്പോൾ നമ്മൾ പറഞ്ഞു വീണ്ടും അപവർത്തനം സംഭവിക്കും. അങ്ങനെ നേരത്തെ നമ്മുടെ കണ്ണിന് മുകളിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ മുകളിലൂടെയാണ് ഇത് പോകുന്നത്, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നേരെ പോകേണ്ട ആൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഒടിഞ്ഞു, വീണ്ടും ഒടിഞ്ഞു. അങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് നമ്മുടെ കണ്ണിൽ ഇവിടെ എത്തും. ഇവിടെ നമ്മുടെ കണ്ണിൽ എന്ത് ചെയ്യും, ഈ പ്രകാശം എത്തും. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ പ്രകാശം നമ്മുടെ കണ്ണിൽ ഇവിടെ എത്തുന്നു അല്ലേ. അപ്പം നമുക്ക് എവിടെ നിന്ന് തോന്നുന്നതാ, ഈ പ്രകാശം നേരെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എവിടെ നിന്ന് നിൽക്കുന്നതായി നമുക്ക് തോന്നും. ഈ പ്രകാശം നേരെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൂര്യനെ കാണുന്നതായി തോന്നും. നമ്മൾ നോക്കുമ്പോൾ പ്രകാശം കണ്ണിൽ ഇതാ ഇവിടെ നിന്ന് എത്തുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നേരെ ഇതാ ഇവിടെയാണ് സൂര്യൻ നിൽക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സൂര്യന് വന്നിട്ടില്ല, ഉദിച്ചിട്ടില്ല. അതിന് അല്പം മുമ്പ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അത് അസ്തമിച്ചു കഴിഞ്ഞാലും, ഇതേ അസ്തമിച്ച് താഴോട്ട് പോയി കഴിഞ്ഞാലും എന്ത് ചെയ്യും, നമുക്ക് കുറച്ചു നേരം എന്ത് ചെയ്യാം, കാണാൻ പറ്റും. കാരണം അതും ഇതുപോലെ തന്നെ അപവർത്തനം സംഭവിച്ചിട്ട് നമ്മുടെ കണ്ണിലെത്തും. അടുത്തത് നമ്മൾ പഠിക്കുന്നത് പൂർണ്ണാന്തര പ്രതിപതനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണാന്തര പ്രതിപതനം മനസ്സിലാക്കാൻ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു പ്രകാശിക സാന്ദ്രത വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മാധ്യമങ്ങളിലൂടെ പ്രകാശം നമ്മളിങ്ങനെ കടത്തി വിടുകയാണെങ്കിൽ അതിന് അപവർത്തനം സംഭവിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ. പക്ഷേ നമ്മൾ ഒരു പ്രത്യേക ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രകാശം കടത്തി വിട്ടു. അതൊരു പ്രത്യേക ആംഗിളിൽ എന്ത് ചെയ്തു, അപവർത്തനം സംഭവിച്ചു. നമ്മൾ ഈ ആംഗിൾ ഒന്ന് കൂട്ടി വിചാരിക്കുക, നമ്മൾ ഈ കോൺ എന്ത് ചെയ്തു, കുറച്ചും കൂടി വലിയ കോണിൽ നമ്മൾ അടിച്ചു എന്ന് വിചാരിക്കും. പ്രകാശം ഇതിലൂടെ കടത്തി വിടുക. അപ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യും, ഈ പ്രകാശരശ്മി എന്ത് ചെയ്യും, ഒന്നും കൂടി അപവർത്തനം സംഭവിക്കും. ഒന്നും കൂടി കൂടിയ അളവിൽ അപവർത്തനം സംഭവിക്കും. അങ്ങനെ ഒരു പ്രത്യേക അളവിലാകുന്ന സമയത്ത് ഇത് അപവർത്തനം സംഭവിക്കുന്നത് എങ്ങനെയായിരിക്കും, ഇതെന്ത് ചെയ്യും, ഈ മാധ്യമത്തിലൂടെ പോകാൻ തുടങ്ങും. നമ്മൾ ഇങ്ങോട്ടടിക്കുന്ന രശ്മി നമ്മൾ അപവർത്തനം സംഭവിക്കുക എങ്ങനെയാണ്, ഇങ്ങനെ ഒടിഞ്ഞ് ഇങ്ങോട്ട് പോവല്ലേ, അടുത്ത മാധ്യമത്തിലോട്ട് പോകും. പക്ഷേ ഇത് ആ മാധ്യമത്തിലോട്ട് പോയോ, ഇല്ല. അതെന്ത് ചെയ്തു, ഇതിൻ്റെ വിഭജന തലത്തു കൂടി പോകാൻ തുടങ്ങി. ഇനി നമ്മൾ വീണ്ടും ഈ ആംഗിൾ കൂട്ടുകയാണ്, നമ്മൾ ഒന്നും കൂടി കൂടിയ അളവിൽ കോണ് കൂടിയ അളവിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രകാശം പതിപ്പിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും നമ്മൾ ഏത് മാധ്യമത്തിലേക്കാണ് അടിച്ചത് അതേ മാധ്യമത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും, പ്രതിപതിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് പൂർണ്ണാന്തര പ്രതിപതനം. കണ്ടോ, ഇത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതേ മാധ്യമത്തിലോട്ട് തന്നെ തിരിച്ചു വരും. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൂർണ്ണാന്തര പ്രതിപതനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസം നമ്മൾ പല മേഖലകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കത് വളരെ ഉപകാരപ്രദമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്, അത് നമ്മൾ പരിചയപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയാണ്. പതന കോൺ എന്ത് ചെയ്തു, ക്രമമായി നമ്മൾ വർദ്ധിപ്പിച്ചു നോക്കി, നമ്മൾ പരീക്ഷണം നടത്തി നോക്കി. അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടെ ഈ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ പതന കോണിൻ്റെ അളവ് നമ്മളിങ്ങനെ ക്രമമായിട്ട് കൂട്ടുകയാണ്. അപ്പോൾ അപവർത്തന കോൺ എന്ത് ചെയ്യുന്നു, കൂടി വരുന്നു. അപ്പോൾ പതന കോണ് കൂടുമ്പോൾ അപവർത്തന കോണും കൂടുന്നു അല്ലേ, കൂടി വരുന്നു. അപ്പോൾ ഈ പതന കോണ് ഒരു നിശ്ചിത അളവിനേക്കാൾ, വീണ്ടും നമ്മളൊരു അളവിനേക്കാൾ കൂടുതൽ കൂട്ടുമ്പോൾ ആ പതനരശ്മി എന്താ ചെയ്യുന്നത്, പൂർണ്ണമായും ജലത്തിലേക്ക് തന്നെ പ്രതിപതിച്ചു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ
പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നത്. ഈ പൂർണ്ണാന്തര പ്രതിപതനം ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞു പല പല മേഖലകളിലുണ്ടല്ലേ. അപ്പോൾ ഇതതിന് എക്സാമ്പിളാണ് അല്ലേ. നമ്മൾ വീടുകളിലൊക്കെ കാണുന്ന അലങ്കാര വിളക്കുകൾ. അപ്പോൾ ഇതൊക്കെ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, നമുക്കൊരു പതനരശ്മി ഉണ്ട്, അഥവാ ഇൻസിഡന്റ് റേ ഉണ്ട്, അത് അപവർത്തനം സംഭവിച്ചു, റിഫ്രാക്റ്റഡ് റേ. ഇനി നമ്മളൊരു പ്രത്യേക ആംഗിളിൽ കൂടിയ പതന കോണിൽ ഇൻസിഡന്റ് റേയിൽ നമ്മൾ അടിക്കുമ്പോൾ അത് വിഭജന തലത്തു കൂടി പോകാൻ തുടങ്ങും. അപ്പുറത്തെ മാധ്യമത്തിലേക്ക് പോകാതെ വിഭജന തലത്തു കൂടി പോകും. ആ ഒരു ആംഗിൾ എപ്പോഴാണ് അത് വിഭജന തലത്തു കൂടി പോകുന്നത്, ആ ഒരു ആംഗിളിനൊരു പേര് വിളിക്കും, തീറ്റ സി. അതിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. തീറ്റ സി ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ അത് 90 ഡിഗ്രി ആകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പേര് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? നമ്മളൊരു പ്രത്യേക ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്തു, ഇൻസിഡന്റ് റേ പതന കോണ് നമ്മൾ പ്രത്യേക ആംഗിളിൽ നമ്മൾ പതിപ്പിക്കുന്ന സമയത്ത് അത് അപവർത്തന കോൺ എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രി ആകുന്നു അല്ലേ. ഇത് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രി നമ്മൾ അളന്ന് നോക്കുമ്പോൾ 90 ഡിഗ്രിയായി അപവർത്തന കോൺ. അപവർത്തന കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ഈ ഒരു ആംഗിളാണ്. അപ്പോൾ ഇത് നമ്മൾ അളന്നു കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഉള്ള 90 ഡിഗ്രിയുള്ള ആംഗിൾ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. ഇനി നമ്മൾ വീണ്ടും കൂട്ടുമ്പോഴാണ്, അപ്പോൾ ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വീണ്ടും കൂട്ടുകയാണ്, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിള് തീറ്റ സിനേക്കാൾ കൂടുതൽ ആംഗിളിൽ നമ്മൾ വിടുന്ന സമയത്ത് ആണ് ഇതെന്ത് ചെയ്യുന്നത്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്, അഥവാ പൂർണ്ണാന്തര പ്രതിപതനം നടക്കുന്നത്. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിളും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ 35 ഡിഗ്രി ഏകദേശം ഈ ഒരു അളവിലാണ് നമ്മൾ വിട്ടതെങ്കിൽ അത് 60 ഡിഗ്രിയാണ് അതിൻ്റെ റിഫ്രാക്റ്റഡ് റേ വരുന്നത് അല്ലേ. അപ്പോൾ 60 ഡിഗ്രിയിൽ റിഫ്രാക്റ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ആംഗിൾ, റിഫ്രാക്റ്റ് ചെയ്ത ആംഗിള്, അപവർത്തനം സംഭവിച്ച ആംഗിള്. എഗെയിൻ നമ്മൾ 35 നിന്ന് എന്ത് ചെയ്തു, 42 ആക്കി. അപ്പോൾ അതെന്ത് ചെയ്തു, അപവർത്തന കോണും കൂടി. ആദ്യം 60 ആയിരുന്നു, ഇതെന്ത് ചെയ്തു, കൂടി. ഇത് കൂട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതും കൂടുന്നു അല്ലേ. പതന കോണ് കൂടുമ്പോൾ അപവർത്തന കോണും കൂടുന്നു, അത് 90 ഡിഗ്രി ആയി. ഇതിനെ നമ്മൾ പറയും ക്രിട്ടിക്കൽ ആംഗിൾ. എഗെയിൻ നമ്മൾ വീണ്ടും 42 ഉള്ളത് 43 വീണ്ടും കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇതെന്ത് ചെയ്തു, ഈ മാധ്യമത്തിലോട്ട് തന്നെ എന്ത് ചെയ്യും, തിരിച്ച് പ്രതിപദിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്രിട്ടിക്കൽ ആംഗിൾ എല്ലാ മാധ്യമങ്ങൾക്കും ഒന്നാണോ? അല്ല, അത് പല മാധ്യമങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തപ്പെടും. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിൽ എന്ത് ചെയ്യും, അത് സെയിം ആയിരിക്കും. പക്ഷെ വേറൊരു മാധ്യമം, ഇപ്പോൾ വെള്ളം, വായു, ജലം അല്ലാതെ ഇപ്പോൾ വേറെ മാധ്യമം, മണ്ണെണ്ണ അല്ലെങ്കിൽ ഗ്ലാസ്, ഇതിനൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക്, അപ്പോൾ നമ്മൾ ഈ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞതിലേക്ക് നടക്കുമ്പോൾ മാത്രമേ ഈ ഒരു പ്രകാശത്തിൻ്റെ പ്രതിഭാസം കാണിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുമ്പോഴേ ഇത് നടക്കുന്നുള്ളൂ. അപ്പോൾ പ്രകാശരശ്മി കടക്കുമ്പോൾ ഈ അപവർത്തന കോണ് 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 90 ഡിഗ്രി ആകുന്നത് അപവർത്തന കോണാണ്. അപ്പോൾ നമ്മൾ അടിക്കുന്ന ആ ഒരു കോണിനെയാണ്, അപ്പോൾ ഉള്ള പതന കോൺ എത്രയാണ്, അത് എത്രയാണ് നമുക്ക് അറിയില്ല, അത് ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും. ആ പതന കോണിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഗ്ലാസ് വായു എന്ന ജോഡി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്, ഗ്ലാസ് വായു. ഇനി ജലം വായു ആണെങ്കിൽ ക്രിട്ടിക്കൽ കോൺ 42 ആവില്ല, വ്യത്യസ്തമാകും. അപ്പോൾ ഗ്ലാസിൻ്റെയും വായുവിൻ്റെയും നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കണ്ടല്ലേ, ഇത് ഗ്ലാസ് ആണ്, ഇത് എയർ ആണ്. അപ്പോൾ ഈ രണ്ട് മാധ്യമം, ഈ ഒരു കോമ്പിനേഷനിൽ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്, 42 ഡിഗ്രിയാണ്. ഇനി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി എന്ത് ചെയ്തു, സഞ്ചരിക്കുമ്പോൾ പതന കോണ് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും, പ്രതിപദിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം. അപ്പോൾ കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നതിന് എക്സാമ്പിളാണ് ഈ ജലം, വായു. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്ലാസും വായു ആയിരുന്നു. ഇപ്പോൾ ജലം, വായു എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്, ഇവിടെ 90 ഡിഗ്രി ആകുന്നതാണ് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ. അപ്പോൾ ഈ
ജലം വായുവിനാണെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 48.6 ക്രിട്ടിക്കൽ ആംഗിൾ. എന്നാൽ ഗ്ലാസ്സിനാണെങ്കിൽ നമ്മൾ പറഞ്ഞു അത് 42 ഡിഗ്രിയാണ്. എന്നാൽ ജലം വായുവിന് ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 48.6. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ഏത് ആംഗിൾ ആണെങ്കിലും 48.6 ഇതല്ലേ. അപ്പോൾ 48.7, 8, ഇനി 49, 50 എത്ര കൂടിയ അളവിൽ അടിച്ചു കഴിഞ്ഞാലും അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതായത് പൂർണ്ണാന്തര പ്രതിപതനം നടക്കും. ഒരു എക്സാമ്പിൾ നോക്കൂ, ഇവിടെ 51 ഡിഗ്രിയാണ് അല്ലേ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കും അല്ലേ. ഈ ജലം എന്നുള്ള മീഡിയത്തിലോട്ട് തന്നെ അതെന്ത് ചെയ്തു? തിരിച്ചു വന്നു. അതുപോലെ അപവർത്തനത്തിൻ്റെ വേറൊന്നാണ്, നമ്മൾ അക്വേറിയത്തിലൊക്കെ ഒരു പ്രത്യേക ആംഗിളിൽ നമ്മൾ ചെരിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ അടിത്തട്ട്, ഈ ജലോപരിതലത്തിൽ തന്നെ ഇതിൻ്റെ അടിത്തട്ട് റിഫ്ലക്റ്റ് ചെയ്ത് കാണും അല്ലേ. ഈ പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്ഷനാണ്. ഈ ഒരു പ്രതിഭാസത്തിന് കാരണം എന്തായിരിക്കും? ഈ അപവർത്തനം തന്നെയാണ് അല്ലേ. അപവർത്തനമല്ല, പക്ഷേ എന്തായിരിക്കും? ഇതാണ് പൂർണ്ണാന്തര പ്രതിപതനത്തിന് കാരണം. നമ്മൾ പഠിച്ചു പൂർണ്ണാന്തര പ്രതിപതനത്തിന് കാരണമല്ലേ, പ്രത്യേക ആംഗിളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാകുന്ന സമയത്ത് പൂർണ്ണാന്തര പ്രതിപതനം നടക്കും. അത് കാരണം എന്ത് ചെയ്യും? ഈ ഒരു പ്രതിഭാസം നടക്കും. അപ്പോൾ അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഈ പ്രകാശത്തിന് എന്ത് ചെയ്യും? ജലോപരിതലത്തിൽ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നത് കൊണ്ടാണ് അക്വേറിയത്തിൻ്റെ അടിത്തട്ട് മുകളിലായിട്ട് കാണുന്നത്. അപ്പോൾ ജലോപരിതലത്തിൽ നിന്ന് അക്വേറിയത്തിൻ്റെ അടിത്തട്ടിലേക്കുള്ള ദൂരവും പൂർണ്ണാന്തര പ്രതിപതനം മൂലമുണ്ടാകുന്ന പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ അലങ്കാര വിളക്കിലെ ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ഒരു അഗ്രം അനുയോജ്യമായൊരു പ്രകാശ സ്രോതസ്സുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്രോതസ്സിൽ നിന്നുള്ള ഈ പ്രകാശരശ്മികൾ എന്ത് ചെയ്യും? ഈ ഫൈബറുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതേപോലെ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിലാണ് വശങ്ങളിൽ പതിക്കുന്നതെങ്കിൽ അത് തുടർച്ചയായിട്ട് എന്ത് ചെയ്യും? ഒരു പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിച്ച് രണ്ടാമത്തെ അഗ്രത്തിൽ കൂടി മാത്രം പ്രകാശം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു പ്രതിഭാസം അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വിളക്കുകളൊക്കെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അഗ്രത്ത് മാത്രമേ നമുക്ക് ലൈറ്റ് പ്രകാശം കാണുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊന്നും നമ്മൾ കാണില്ല. അവിടെയൊക്കെ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിച്ച് പുറത്തേക്ക്, മാധ്യമത്തിൻ്റെ പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഈ ഒരു സ്പോട്ടിലോ നമുക്ക് കാണില്ല. നമ്മൾ ഇത് ലാസ്റ്റ് എവിടെയാണ് എത്തുന്നത്? ഈ ഇവിടെ ഭാഗത്ത് നമ്മൾ കുത്തുകുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പ്രകാശം നമ്മൾ കാണും. അപ്പോൾ അങ്ങനെ നിർമ്മിക്കുന്ന ആ ഒരു ഫൈബറിനെ നമ്മൾ പറയും ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയും. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിലെ ഒരഗ്രത്ത് കൂടി എന്ത് ചെയ്യും? ഈ പ്രകാശം വരും. പിന്നെ നമ്മൾ മറ്റേ അഗ്രത്ത് നോക്കി കഴിയുമ്പോഴേ കാണുള്ളൂ. അപ്പോൾ ഈ ഒരു വയറിൻ്റെ ഈ ഭാഗത്തൊന്നും നമ്മൾ കാണില്ല. അപ്പോൾ ഇവിടെ ഉണ്ടോ, ഈ ഇവിടുന്ന് പ്രകാശം വരും അല്ലേ. അപ്പോൾ എന്നിട്ട് ഇവിടെ ഒന്നും നമ്മൾ ലൈറ്റ് കാണില്ല. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഡോട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രകാശം കാണും. അപ്പോൾ ഈ പ്രകാശം എന്ത് ചെയ്യുന്നു? ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇതിലൂടെ സഞ്ചരിച്ചിട്ട് ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുക? കാണുക. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എന്താ സംഭവിക്കുന്നത്? പൂർണ്ണാന്തര പ്രതിപതനം സംഭവിച്ചിട്ട് അതെന്ത് ചെയ്യും? ഇവിടെ ആണ് നമുക്ക് കാണുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ എന്ത് ചെയ്യും? ഈ റോഡിൻ്റെ അകലെ നമുക്ക് വെള്ളം കിടക്കുന്നതായി, മരീചിക കാണുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇതിന് കാരണം ഈ അപവർത്തനമാണ് സംഭവിക്കുന്നത് അല്ലേ. അപവർത്തനമല്ല, പൂർണ്ണാന്തര പ്രതിപതനമാണ് സംഭവിക്കുന്നത്. അപവർത്തനം സംഭവിക്കാതെ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമ്മളൊരു മിററിൽ കാണുന്നത് പോലെ പ്രതിപദിച്ചിട്ട് അതേ ഒബ്ജക്റ്റ് വരുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ മിററിൽ, കണ്ണാടിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളിൽ നിന്നുള്ള ഈ പ്രകാശം ഇവിടെ തട്ടി എന്ത് ചെയ്യും? അത് പ്രതിപദിക്കും അല്ലേ, റിഫ്ലക്റ്റ് ചെയ്യില്ലേ. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ പ്രകാശം ഇവിടെ തട്ടി പ്രതിപദിക്കുമ്പോഴാണ്. അപവർത്തനം സംഭവിച്ചു പോകണമെങ്കിൽ നമുക്ക് കാണില്ല അല്ലേ. അപ്പോൾ പ്രതിപതനം സംഭവിക്കുക എന്ന് പറയുമ്പോൾ, പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ കാണും. അപ്പോൾ അതാണ് ഇത് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ദൂരെ കുറേ അകലെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാർ അല്ലേ ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു മരം. അപ്പോൾ
ഇവിടെ നിന്നുള്ള ലൈറ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ സഞ്ചരിച്ച് ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ അവിടെ സാന്ദ്രത വ്യത്യസ്തപ്പെടും. അപ്പോൾ അതെന്ത് ചെയ്യും, അതിന് അപവർത്തനം സംഭവിച്ചതാ ഇങ്ങനെ വരും. വീണ്ടും അതെന്ത് ചെയ്തു, നേരെ പോകേണ്ട ആളൊന്ന് ചെറുതായിട്ട് ഒടിയും. ഇങ്ങനെ പോകേണ്ട ആൾ, ഇവിടെ എത്തേണ്ട ആളെന്ത് ചെയ്യും, ഇതിങ്ങനെ ഒടിഞ്ഞ് വീണ്ടും ഒടിഞ്ഞ് ഓരോ സാന്ദ്രത വ്യത്യസ്തമാകുന്ന സ്ഥലത്തും എന്ത് ചെയ്യും, അപവർത്തനം സംഭവിക്കും. അപവർത്തനം ഇതിന് കാരണമാകുന്നില്ല. അങ്ങനെ അപവർത്തനം സംഭവിച്ചൊരു പ്രത്യേക ആംഗിളിൽ എത്തുമ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുന്ന സമയത്ത്, എല്ലാ സമയത്തും കൂടില്ല, നമുക്ക് എല്ലാ സമയത്തും മരീചിക കാണാൻ കഴിയില്ല. പക്ഷെ ചില സമയത്ത് എന്ത് ചെയ്യും, അതൊരു പ്രത്യേക ആംഗിൾ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുന്ന സമയത്ത് ഇങ്ങനെ വന്ന അപവർത്തനം സംഭവിക്കാതെ എന്ത് ചെയ്യും, ഏത് ആംഗിളിലാണോ വന്നത് അതേ ആംഗിൾ റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഭാഗം നമ്മൾ കണ്ണാടി പോലെ അല്ലേ, നമ്മുടെ എന്ത് ചെയ്യും, ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ ഇവിടെ എത്തുന്നല്ലേ. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഇമേജ് എന്ത് ചെയ്തു, റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലെത്തും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിലെത്തുന്ന രശ്മി ഇവിടെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ രശ്മി ഇങ്ങനെ നേരെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഈ മരത്തിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളാണ് നമ്മുടെ കണ്ണിലെത്തിയത് അല്ലേ. അപ്പോൾ ആ പ്രകാശരശ്മികളാണ് നമ്മുടെ കണ്ണിലെത്തിയത്. അപ്പോൾ ഈ മരം നമുക്ക് എവിടെയായിട്ട് തോന്നും, നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ താഴെയായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ റോഡുകളുടെ താഴെയൊക്കെ നമുക്ക് മരം നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. റോഡിൻ്റെ താഴെ മരങ്ങളും ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും കാണില്ല, പക്ഷെ നമ്മുടെ കണ്ണപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയാണ് എന്ത്, ഇവിടെ വെള്ളം ഉള്ളത് പോലെ നമുക്ക് തോന്നും. വെള്ളത്തിലല്ലേ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മൾ വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, മരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അതിലെന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്ത് നമ്മൾ കാണും അല്ലേ. അപ്പോൾ ഇവിടെ വെള്ളമാണെന്ന് നമ്മളെ ബ്രെയിന് നമ്മളോട് പറയും. യഥാർത്ഥത്തിൽ അവിടെ വെള്ളമല്ല, പക്ഷെ നമുക്ക് തോന്നും. നമ്മുടെ ഈ റോഡിൻ്റെ ഈ സൈഡിൽ നമ്മൾ കുറേ മരങ്ങളും ബിൽഡിങ്ങും ഒക്കെ കാണും. അപ്പോൾ നമ്മളത് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം ഉണ്ടാവണമല്ലേ, വെള്ളത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. റോഡിൽ എന്തായാലും അതിൻ്റെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ വെള്ളം ഉണ്ട് എന്ന് നമുക്ക് തോന്നും. അതാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് മരീചിക പോലെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ റോഡിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗത്ത് വായു എന്ത് ചെയ്യും, ചൂട് എന്ത് ചെയ്യും, കൂടുതലാണല്ലേ. അപ്പോൾ വായുവിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗം ചൂട് കൂടുതലാവുമ്പോൾ പ്രകാശിക സാന്ദ്രത എന്ത് ചെയ്യും, കുറവായിരിക്കും. അപ്പോൾ ചൂട് ഭയങ്കര ഹോട്ടാണ്, ഭയങ്കര ചൂടാണ് എന്നുണ്ടെങ്കിൽ സാന്ദ്രത എന്ത് ചെയ്യും, അത് ചൂട് കൂടുതലാണെങ്കിൽ സാന്ദ്രത കുറവായിരിക്കും. അപ്പോൾ ചൂട് കൂടുതലാവുമ്പോൾ പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും. എന്നാൽ മുകൾ ഭാഗത്ത് പോകും തോറും എന്ത് ചെയ്യും, വായുവിൻ്റെ പ്രകാശിക സാന്ദ്രത എന്ത് ചെയ്യും, ക്രമമായി വർദ്ധിക്കും. അപ്പോൾ സാന്ദ്രത കൂടിയ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും, കുറഞ്ഞതിലേക്ക് വരും അല്ലേ. അപ്പോൾ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, പൂർണ്ണാന്തര പ്രതിപതനം നടക്കുള്ളൂ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പരിസരത്തുള്ള വസ്തുക്കളിൽ നിന്ന് വരുന്ന ഈ പ്രകാശകിരണങ്ങൾ എന്ത് ചെയ്യും, പ്രകാശിക സാന്ദ്രത വ്യത്യസ്തമുള്ള വായുവിൻ്റെ വിവിധ പാളികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യും, അപവർത്തനത്തിനും തുടർന്ന് എന്ത് ചെയ്യും, ഈ പൂർണ്ണാന്തര പ്രതിപതനത്തിനും വിധേയമാകുന്നു. അങ്ങനെ ദിശാവ്യതിയാനം സംഭവിച്ച പ്രകാശകിരണങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്. അതിനാൽ എന്ത് ചെയ്യും, അവയുടെ പ്രതിബിംബം നമ്മൾ റോഡിൽ രൂപപ്പെടുന്നത് പോലെ നമുക്ക് തോന്നും. ഈ ഒരു പ്രതിഭാസം നമ്മൾ മരീചിക എന്ന് അല്ലെങ്കിൽ മിറാജ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് പരിചിതമായ ഇത്തരം പ്രതിബിംബങ്ങൾ സാധാരണയായിട്ട് ഈ ജലോപരിതലത്തിലാണ് നമ്മൾ രൂപപ്പെടുന്നത്. അപ്പോൾ അകലെ നിന്ന് നോക്കുമ്പോൾ റോഡിൽ വെള്ളമുള്ളതായിട്ട് നമുക്ക് തോന്നും. ലാസ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് ഈ പൂർണ്ണാന്തര പ്രതിപതനം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള കുറച്ച് സന്ദർഭങ്ങൾ, ആപ്ലിക്കേഷനാണ്. അതിലൊന്നാണ് റിഫ്ലക്ടറുകൾ, വേറൊന്നാണ് പെരിസ്കോപ്പ്, പിന്നെ ഉള്ളതാണ് ഒപ്റ്റിക്കൽ ഫൈബർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒപ്റ്റിക്കൽ ഫൈബർ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദർപ്പണങ്ങളിൽ നിന്നുള്ള പ്രതിപതനവും പൂർണ്ണാന്തര പ്രതിപതനവും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ദർപ്പണം ഒരു കണ്ണാടിയിൽ നിന്നുള്ള പ്രതിപതനാണെന്നുണ്ടെങ്കിൽ ആ പ്രകാശരശ്മി നമുക്ക് പൂർണ്ണമായിട്ട് പ്രതിപദിക്കുന്നില്ല, കുറച്ച് എന്ത് ചെയ്യും, അവിടെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ട് എന്ത് ചെയ്യില്ല, പ്രതിപദിക്കുന്നില്ല. എന്നാൽ പൂർണ്ണാന്തര പ്രതിപതനത്തിന് നമ്മൾ കണ്ടുവല്ലേ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പതിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ് പൂർണ്ണാന്തര പ്രതിപതനം. ആ സമയത്ത് മാത്രമേ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നുള്ളൂ. മാത്രവുമല്ല ഈ പ്രകാശരശ്മി എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് പ്രതിപദിക്കും. എന്നാൽ ഒരു ദർപ്പണങ്ങളിൽ നിന്നാണെങ്കിൽ എന്ത് ചെയ്യും, അത് പൂർണ്ണമായിട്ട് പ്രതിപദിക്കുന്നില്ല, ഭാഗികമായി അവിടെ എന്ത് ചെയ്യും, ആ മിററുകളിൽ
ദർപ്പണങ്ങളിൽ കുറച്ച് എന്ത് ചെയ്യും, അത് ആഗിരണം ചെയ്യും, അബ്സോർബ് ചെയ്യും. ഇനി പ്രതലത്തിലേക്ക് ഏത് പതന കോണിൽ പതിച്ചാലും എന്ത് ചെയ്യും, പ്രതിപതനം സംഭവിക്കുന്നു. നമ്മൾ കണ്ണാടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏത് ആംഗിളിൽ നിന്നാലും നമുക്ക് കാണുമല്ലേ. അപ്പോൾ ഏത് പതന കോണിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രതിപതനം സംഭവിക്കുന്നുണ്ട്. അതേപോലെ പ്രകാശരശ്മി എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ട് പ്രതിപദിക്കുന്നില്ല, കുറച്ച് അബ്സോർബ് ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ ഈ പൂർണ്ണാന്തര പ്രതിപതനത്തിൽ എന്ത് ചെയ്യും, എല്ലാ കോണിലും എന്ത് ചെയ്യില്ല, ഈ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കില്ല. നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണ്, ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിൻ്റൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഈ അപ്ലിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, അത് കുറച്ച് കാര്യങ്ങളും കൂടിയുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.